അതെ, ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ പശ്ചിമേഷ്യയിൽ യുദ്ധമാണ്, കേരളത്തിലെ ഓരോ വീടുകളിലും ഈ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ യഥാർത്ഥത്തിൽ ആ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വീടുകളിലും ഇന്നത്തെ കേരളത്തിൽ നിന്നുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. അവിടെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം അയച്ചിട്ടില്ല. പക്ഷെ ഇറാൻ അവിടെയാണ് അയച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ഇറാനെതിരെ അല്ലേ ഈ പ്രതിഷേധം നടത്തണ്ടേ? അല്ല, ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കേണ്ടി വന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ വേറൊരാളല്ലല്ലോ അടിക്കണ്ടേ, എന്നെയല്ലേ അടിക്കണ്ടേ? പക്ഷേ ഇറാൻ നോക്കൂ, ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ ആ രാജ്യങ്ങളിലുള്ള താവളങ്ങളെയാണ്. മറിച്ച് ആദ്യം ഇസ്രായേൽ ചെയ്തെന്താ, അമേരിക്ക ചെയ്തെന്താ? ഇറാനിലെ സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികളെ അടക്കം 91 പേരെ കൊല ചെയ്തുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. ആ ഇറാനില് പെൺകുട്ടികള് മുഖം മറച്ചില്ലെങ്കിൽ ആസിഡ് ഒഴിച്ചവരെ മുഖം പരമദ്രോഹി നെതന്യാഹുവും ഇറാന്റെ മണ്ണിൽ നടത്തുന്ന സാമ്രാജ്യത്വ പടയോട്ടം അവസാനിപ്പിക്കൂ, അവസാനിപ്പിക്കൂ. ഇൻക്ലാബ് സിന്ദാബാദ്. നെതന്യാഹുവിനെ ഇന്ത്യൻ നാടിൻ സോദരനെന്ന് വാഴ്ത്തിപ്പാടിയ നരേന്ദ്രമോദി ഇന്ത്യക്കാകെ അപമാനം. അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ, തുലയട്ടെ, തുലയട്ടെ. വംശവെറിയൻ ചോരകുടിയൻ, വംശവെറിയൻ ചോര ഇസ്രായേൽ തുലയട്ടെ, തുലയട്ടെ, തുലയട്ടെ. ആണവായുധമെന്ന് പറഞ്ഞ്, ആണവായുധമെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പാഞ്ഞു നടന്ന്, ലോകം മുഴുവൻ പാഞ്ഞു നടന്ന് നിസ്സഹായ ജനതകളെ, നിസ്സഹായ ജനതയ്ക്കാപത്ത്. ട്രംപ് നെതന്യാഹു കൊലയാളി സഖ്യം, ലോക ജനതയ്ക്കാപത്ത്. എന്താണ്, ആരോടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വെച്ചുള്ള ഈ പ്രകടനം? തീർച്ചയായിട്ടും ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ലോകത്തെ മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നൊരു യുദ്ധമാണ്. അമേരിക്കയും ഇസ്രായേലും ലോകത്തെ എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തിന് മേൽ കടന്നു കയറി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇറാൻ ചർച്ചാവേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അണുവായുധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇസ്രായേലും കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിനാശകരമായ നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതെ, ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ പശ്ചിമേഷ്യയിൽ യുദ്ധമാണ്, കേരളത്തിലെ ഓരോ വീടുകളിലും ഈ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ യഥാർത്ഥത്തിൽ ആ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വീടുകളിലും ഇന്നത്തെ കേരളത്തിൽ നിന്നുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. അവിടെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം അയച്ചിട്ടില്ല. പക്ഷെ ഇറാൻ അവിടെയാണ് അയച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ഇറാനെതിരെ അല്ലേ ഈ പ്രതിഷേധം നടത്തണ്ടേ? അല്ല, ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കേണ്ടി വന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ വേറൊരാളല്ലല്ലോ അടിക്കണ്ടേ, എന്നെയല്ലേ അടിക്കണ്ടേ? പക്ഷേ ഇറാൻ നോക്കൂ, ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ ആ രാജ്യങ്ങളിലുള്ള താവളങ്ങളെയാണ്. മറിച്ച് ആദ്യം ഇസ്രായേൽ ചെയ്തെന്താ, അമേരിക്ക ചെയ്തെന്താ? ഇറാനിലെ സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികളെ അടക്കം 91 പേരെ കൊല ചെയ്തുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. ആ ഇറാനില് പെൺകുട്ടികള് മുഖം മറച്ചില്ലെങ്കിൽ ആസിഡ് ഒഴിച്ചവരെ മുഖം നശിപ്പിക്കുകയും അവരെ കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭണവും പ്രതിഷേധവും ഇറാനിലെ വനിതകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ആ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ജനാധിപത്യപരമായ കാഴ്ചപ്പാടുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ രാജ്യത്തെ കടന്നു കയറി ആക്രമിക്കുന്നതിന് എന്തിനാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇങ്ങനൊരു അവസരം വരുന്നത്? എന്തിനാണ് ആക്രമിക്കുന്നത്? ഇതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടില്ലേ, വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ പാതിരാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം തട്ടിക്കൊണ്ടുപോയി വേറൊരു രാജ്യത്ത് കൊണ്ട് അമേരിക്ക വെച്ചിരിക്കുകയാണ്. പറഞ്ഞെന്താ? മയക്കുമരുന്ന് കച്ചവടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? വെനിസ്വേലയുടെ എണ്ണ നിക്ഷേപം മുഴുവൻ അമേരിക്കയുടെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇറാനിലേക്ക് വന്ന ഇറാനിലെ എണ്ണ നിക്ഷേപം കൂടി അമേരിക്കയുടെ കൈവശത്തിലായാൽ ലോകത്തെ എണ്ണ നിക്ഷേപം മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള അവകാശം അമേരിക്കയ്ക്കുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ സാമ്പത്തികത്തെയും നിയന്ത്രിക്കാൻ അമേരിക്ക ഫസ്റ്റ് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അത്തരത്തിൽ അമേരിക്ക ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ, താങ്കൾ പറഞ്ഞതുപോലെ മലയാളികളുടെ അടക്കം ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലേക്കുള്ള അശാന്തി വിതച്ചതിന് തുടക്കം കുറിക്കുന്നത് ഈ അമേരിക്കയും ഇസ്രായേലുമാണ്. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് വരണമെന്നാണ് നമുക്ക് അല്ല, നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഓർഡർ പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരത് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത്തരം നിർദ്ദേശം ഇന്ത്യ ഏത് രാജ്യത്തിനോടൊപ്പമാണോ, ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നോ ആ നിലപാടിൽ ഒപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്, സംസ്ഥാന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിനെതിരെ പെരുമാറുന്നവരെ അങ്ങനെ അവർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട്. 1947 നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങുന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കെതിരെ, അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യത്ത് ബ്രിട്ടനെതിരായിട്ടുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കെതിരെ പൊരുതിക്കൊണ്ടാണ്. ആ സാമ്രാജ്യത്വ പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് നിരക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് എല്ലാ ജനങ്ങളും സ്വീകരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടൻ അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു, എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ ആ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് നമ്മൾ മുഴുവൻ ആൾക്കാരും സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സംഗതി. അതാണ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഒന്നുകൂടെ യാതൊരു മര്യാദയുമില്ലാതെ തെമ്മാടികളെ പോലെ ഒരു രാജ്യത്ത് അതിന്റെ പരമാധികാര നേതാവിനെ അടക്കം വധിച്ചുകൊണ്ട് ഇറാനുമേൽ ഇന്ന് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റവും യുദ്ധവും പശ്ചിമേഷ്യൻ മേഖലയിൽ ആകെ അശാന്തി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപും ഓരോരോ രാജ്യങ്ങളെയായി അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ലോക ജനത ഒറ്റക്കെട്ടായി അപലപിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇത്രയും വിനാശകരമായൊരു നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് പറയുന്നത് ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘർഷമല്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന, ഏതാണ്ട് 1 കോടിയിലധികം ഇന്ത്യക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. ആ മേഖലയിലെ സംഘർഷം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സംഘർഷമാണ്. അത്തരത്തിൽ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട്, ലോകത്തെ ജനാധിപത്യ മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏറ്റവും പൈശാചികമായ നീചമായ ഒരു ആക്രമണത്തിനാണ് ഇസ്രായേലും അമേരിക്കയും ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ലോകത്തെമ്പാടും വളർന്നു വരേണ്ടുന്ന ഉജ്ജ്വലമായ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ, സമാധാന പ്രസ്ഥാനത്തിന് മുൻകൈയെടുക്കണമെന്ന് മുഴുവൻ ആൾക്കാരോടും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രാജ്യമെമ്പാടും വിപുലമായ പ്രതിഷേധ പരിപാടികളും യോഗങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ